നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷയിന്മേൽ വാദം പൂർത്തിയായി. ശിക്ഷാവിധി ഉച്ചയ്ക്ക് ശേഷം 3:30 ഉണ്ടാകും. പ്രതികൾക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിക്കേണ്ടതില്ല എന്ന് കോടതി. അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും കോടതിയുടെ ചോദ്യം. എന്നാൽ അതിജീവിതയുടെ അഭിഭാഷക ഹാജരായില്ല. കോടതി നടപടികളെ അവഹേളിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടായാൽ നടപടിയെടുക്കുമെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. മാധ്യമപ്രവർത്തകരെയും അഭിഭാഷകരെയും കോടതി വിമർശിച്ചു. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂവെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞു. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും നിരപരാധിയാണ് താനെന്നും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ 5.5 വർഷം ജയിലിൽ കിടന്നു. മുൻപ് പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല എന്നും പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെന്നും രണ്ടാം പ്രതി മാർട്ടിൻ പറഞ്ഞു. മാതാപിതാക്കൾ ആശ്രയിക്കുന്നത് തന്റെ വരുമാനത്തെന്നും മാർട്ടിൻ കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. മൂന്നാം പ്രതി മണികണ്ഠൻ പറഞ്ഞതാകട്ടെ, പ്രതികളുമായി താൻ സംസാരിച്ചിട്ടില്ല എന്നും മനസ്സറിഞ്ഞ് താൻ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല എന്നും അബദ്ധത്തിൽ താൻ ഈ കുറ്റകൃത്യത്തിൽ പെട്ടുപോയതാണെന്നും തനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ടെന്നും അവരുടെ ഏക ആശ്രയം താനെന്നും മണികണ്ഠൻ കോടതിയോട് പറഞ്ഞു. ഒപ്പം അലിവുണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചു. എന്നാൽ നാലാം പ്രതി വിജീഷ് ആകട്ടെ കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്നും 5-ാം പ്രതി വടിവാൾ സലീം തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഭാര്യയും 1 വയസ്സുള്ള മകളും ഉണ്ടെന്നും പറയുന്നു. കുടുംബത്തിന്റെ ഏക ആശ്രയം താനെന്നും സലീം പറയുന്നു. അതായത് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. ഉയർന്ന ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കൂട്ടബലാത്സംഗ കുറ്റമാണ് ഇതിൽ തെളിഞ്ഞിരിക്കുന്നത്. ജീവപര്യന്തം തടവ് ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ബലാത്സംഗം ചെയ്ത് 1-ാം പ്രതി പൾസർ സുനിയെന്നും കോടതി പറയുന്നു. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ കൂട്ടബലാത്സംഗത്തിന് കൂട്ടുനിന്നതാണ് കുറ്റമെന്നും കോടതിയുടെ നിരീക്ഷണം. ഓരോ കുറ്റത്തിനും പ്രത്യേകം ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ. കൂട്ടബലാത്സംഗത്തിൽ എല്ലാ പ്രതികൾക്കും ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷന്റെ വാദം. 1-ാം പ്രതി പൾസർ സുനിയാണ് ബലാത്സംഗം ചെയ്തതെന്ന് കോടതി. ബാക്കി പ്രതികൾ കൂട്ടുനിന്നതുകൊണ്ടാണ് കൂട്ടബലാത്സംഗ കുറ്റം ചേർത്തത്. പൾസറിനും ബാക്കിയുള്ള പ്രതികൾക്കും ബലാത്സംഗ കുറ്റത്തിന് ഒരേ ശിക്ഷ എങ്ങനെ നൽകുമെന്നും കോടതിയുടെ ചോദ്യം. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ടെന്ന പ്രോസിക്യൂഷൻ. കുടുംബ സാഹചര്യം പരിഗണിക്കണമെന്ന് പൾസർ സുനി. കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് മാർട്ടിൻ ആന്റണി. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി രേഷ്മയും മിഥുൻ അയ്യപ്പനും ചേരുന്നു. ആദ്യം മിഥുനിലേക്ക്. മിഥുൻ, ഇന്ന് കോടതി മുറി ചില നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷിയായി. ഈ പ്രതികൾക്കെതിരെ 10 കുറ്റങ്ങൾക്കുള്ള തെളിവുകളടക്കം കോടതി കണ്ടെത്തിയിരുന്നു. അപ്പോൾ തെറ്റ് ചെയ്തെന്ന് ഉറപ്പാണ്. എന്നാൽ ഒടുവിലെ മനസ്താപം തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി അറിയിക്കുന്നു. ഇന്ന് കോടതിയിൽ നടന്ന ആ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം അതിജീവിതയുടെ അഭിഭാഷക എന്തുകൊണ്ടാണ് മിഥുൻ ഹാജരാകാനത്? പ്രത്യേകിച്ച് അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചിരുന്നല്ലോ. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പരമാവധി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ അവർ പറഞ്ഞത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ശിക്ഷാവിധി സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളത് പരമാവധി ശിക്ഷ കുറയ്ക്കണം, തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, തങ്ങളുടെ കുറ്റകൃത്യത്തിൻ്റെ പശ്ചാത്തലം, അതായത് ഇതിനു മുമ്പ് ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, സ്ഥിരം കുറ്റവാളികളല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് മുന്നോട്ട് വെച്ചുകൊണ്ട് വാദിക്കുക, പരമാവധി ശിക്ഷ കുറച്ച് വാദിച്ച് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസം ഈ ശിക്ഷാവിധി വിധിക്കുന്ന ദിവസം പറയാൻ സാധിക്കുന്നത്. ആ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ന് അവർ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കോടതി ഈ വിഷയത്തിൽ പ്രധാനമായും പരിഗണിച്ചത് ഇവർക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് ഈ ഹാബിച്വൽ ഒഫൻഡർ ആണെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷേ അത് മാറ്റിക്കൊണ്ട് അത് പരിഗണിക്കേണ്ടതില്ല എന്നിപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ഇളവിനുള്ള സാധ്യത ഇല്ല. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു കോടതി ഈ കേസുകൾ പരിഗണിക്കുമ്പോൾ സാധാരണമായി നിലനിൽക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ല എന്നുള്ളൊരു വാദം ഏറ്റവും അവസാനമായി ഉന്നയിക്കാനുള്ളൊരു അവസരമാണ് എന്നുള്ളതാണ്. അതിൽ മാർട്ടിൻ അക്കാര്യം ഉന്നയിച്ചു കഴിഞ്ഞു. താൻ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടില്ല. അതേസമയം തന്നെ തൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ മോശമാണ്. ആ കുടുംബത്തെ നോക്കേണ്ടതുണ്ട്. താൻ മാത്രമാണ് അതിൽ ആ കുടുംബത്തിൻ്റെ ആശ്രയം നടക്കുന്ന കാര്യങ്ങൾ. മാർട്ടിൻ അടക്കമുള്ളവർ, മണികണ്ഠൻ അടക്കമുള്ളവർ എല്ലാം തന്നെ ഇക്കാര്യം തന്നെ പൾസർ സുനി അടക്കം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ കോടതി ഇപ്പോൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബലാത്സംഗ കുറ്റം സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. കൂട്ടുബലാത്സംഗമാണ് നടന്നത് എന്നത് സംശയമില്ല. കൂട്ടുബലാത്സംഗ കുറ്റം തന്നെയാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. പക്ഷേ ഇത് കൂട്ടുബലാത്സംഗത്തിൽ എല്ലാവരും കൂട്ടുനിൽക്കുക മാത്രമാണ്
ബലാത്സംഗമാണ് പൾസർ സുനിക്ക് പുറമെയുള്ള മറ്റ് പ്രതികൾ നടത്തിയത്. ബലാത്സംഗം നടത്തിയത് പൾസർ സുനിയാണ്. അപ്പോൾ ഓരോ പ്രതികളുടെയും ശിക്ഷ വ്യത്യസ്തമായി തന്നെയാണ് പരിഗണിക്കുന്നത്. ഓരോ പ്രതികളുടെയും കുറ്റകൃത്യങ്ങൾ വ്യത്യസ്തമായി പരിഗണിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരേ ശിക്ഷ നൽകാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഈ വിധിയെ വിമർശിച്ചുകൊണ്ടുള്ള പല വിധത്തിലുള്ള പരാമർശങ്ങളെയും കോടതി വിമർശിക്കുകയുണ്ടായി. ആർക്കെങ്കിലും വിധിയിൽ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് ഈ കോടതിയുടെ വിധിന്യായങ്ങൾ, അതായത് ഈ വിധി കൃത്യമായി വായിച്ചതിന് ശേഷം പറയുക. എല്ലാവർക്കുമുള്ള സംശയങ്ങൾ അതിലുണ്ട്, സംശയങ്ങൾക്കുള്ള ഉത്തരം അതിലുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഈ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ ഈ നടപടി പല വിധത്തിൽ വിമർശനത്തിന് വിധേയമായിരുന്നു. പല വിധത്തിൽ പല മാധ്യമങ്ങളിലൂടെ പല സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം ഈ കാര്യത്തിൽ വിശദമായി വിമർശിച്ചിരുന്നു. പക്ഷേ ആ വിമർശനങ്ങൾക്ക്, അത്തരത്തിലുള്ള അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വിധിന്യായത്തിൽ ഉണ്ടാകുമെന്ന് കോടതി വ്യക്തമാക്കുന്നു. അത്തരത്തിൽ തെളിവുകളുടെ അഭാവമാണ് പ്രോസിക്യൂഷൻ സമർപ്പിച്ച മുഴുവൻ തെളിവുകളും, ന്യായമായിട്ടുള്ള എല്ലാ തെളിവുകളും സമർപ്പിച്ചു എന്ന് തീർച്ചയായും മിഥുൻ തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം രേഷ്മ ചേരുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിധി 3:30 വരും. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, ഈ ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. എപ്പോഴാകും ഈ ശിക്ഷാവിധി ഇനി പ്രഖ്യാപിക്കുക? ഇന്ന് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രതിഭാഗം എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ വാദിച്ചത്? അശ്വതി, ശിക്ഷയിന്മേലുള്ള വാദപ്രതിവാദങ്ങളാണ് ഉച്ചവരെ കോടതിയിൽ നടന്നത്. ഉച്ചയ്ക്ക് ശേഷം 3:30 ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നാണ് ജഡ്ജി ഹണി എം വർഗീസ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ചില വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. അതായത് കോടതി നടപടികളെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കോടതി നടപടികളെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതി ലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ജഡ്ജി ഹണി എം വർഗീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മാധ്യമ പ്രവർത്തകർക്കെതിരെ, അതോടൊപ്പം തന്നെ അഭിഭാഷകർക്കെതിരെയുമായിരുന്നു ആ വിമർശനം ഉണ്ടായത്. തൊട്ട് പിന്നാലെ പ്രതികളുടെ ഭാഗം, അതായത് പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ കോടതി തേടി. ഓരോ പ്രതികളെയും അടുത്ത് വിളിച്ച് തന്നെയായിരുന്നു, ഡയസിനടുത്തേക്ക് വിളിച്ച് തന്നെയായിരുന്നു ജഡ്ജി കാര്യങ്ങൾ ചോദിച്ചത്. എല്ലാ പ്രതികളും ഒരൊറ്റ കാര്യമാണ് ആവശ്യപ്പെട്ടത്. അതായത് തങ്ങൾക്കുള്ള ശിക്ഷ പരമാവധി കുറയ്ക്കണം. കുടുംബ പശ്ചാത്തലം പരിതാപകരമാണ്. അമ്മയുണ്ട്, കുട്ടികളുണ്ട്, സാമ്പത്തിക സ്ഥിതിയൊക്കെ തന്നെ പരിതാപകരമാണ്. താനായി ആണ് ഏക ആശ്രയം എന്നൊക്കെ തന്നെയാണ് ഓരോ പ്രതികളും കോടതിയിൽ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം, ഒരു വാദം എന്നുള്ള രീതിയിൽ. ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ തങ്ങൾക്ക് കുറയ്ക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. മണികണ്ഠൻ പക്ഷേ പറഞ്ഞത് ഇത് കുറ്റമൊന്നും തന്നെ താൻ ചെയ്തിട്ടില്ല, ഈ പ്രതികളുമായിട്ട് നേരത്തെ തന്നെ ബന്ധമൊന്നുമില്ല, പെട്ടുപോയതാണ്, അബദ്ധത്തിൽ പെട്ടുപോയതാണ് ഈ കുറ്റകൃത്യത്തിൽ എന്നുള്ളൊരു വാദമായിരുന്നു മണികണ്ഠൻ ഉന്നയിച്ചത്. അങ്ങനെ പ്രതികളുടെയൊക്കെ തന്നെ ഭാഗം കേട്ടതിന് ശേഷം പ്രതിഭാഗം അഭിഭാഷകരുടെ പ്രോസിക്യൂഷന്റെ വാദത്തിലേക്ക് കടന്നു. പ്രോസിക്യൂഷൻ പറഞ്ഞത് പരമാവധി ശിക്ഷ നൽകണം. അതായത് കൂട്ടബലാത്സംഗത്തിന് ഉള്ള ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവാണ്. അത് തന്നെയാണ് നൽകേണ്ടത്. ഓരോ പ്രതികൾക്കും ഓരോ കുറ്റകൃത്യത്തിനും പ്രത്യേകം ശിക്ഷ നൽകണമെന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു, ഉയർന്ന ശിക്ഷ തന്നെ നൽകണമെന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ സമയത്ത് കോടതി ഉന്നയിച്ച ചില പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്, നേരിട്ട് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ള 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് മേൽ ഈ കൂട്ടബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നത് ജോയിന്റർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അതായത് അവരതിന് കൂട്ടുനിന്നു എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് മാത്രമാണ് അവർക്ക് ആ കുറ്റം ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പൾസർ സുനിക്കും ബാക്കിയുള്ള 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും ഒരേ ശിക്ഷ തന്നെ നൽകുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷൻ അഭിഭാഷകനോട് കോടതി ഉന്നയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗം തന്നെയാണ്. പ്രതികൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, പ്രേരണ കുറ്റമടക്കം ഇതിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്കൊപ്പം തന്നെ എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പ്രഥമ വാദം. പക്ഷേ പ്രതിഭാഗ അഭിഭാഷകർ പറഞ്ഞത് ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരത, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ എല്ലാവരും, ഈ പ്രതികളൊക്കെ തന്നെയാണ് അവരുടെ കുടുംബത്തിലെ ഏക വരുമാന മാർഗം, ആശ്രയം. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൂടി പരിഗണിച്ച് പരമാവധി ശിക്ഷ കുറയ്ക്കണമെന്നുള്ളൊരു ആവശ്യം പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച്. പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് സുനിയുടെ അമ്മയ്ക്ക് വെർട്ടിഗോ അസുഖമുണ്ട്, അതുമാത്രമല്ല വളരെ പരിതാപകരമാണ് സാഹചര്യങ്ങൾ, അക്കാര്യം കൂടി പരിഗണിക്കണമെന്നുള്ളതാണ്.